എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഈസ്റ്റ് ഡയറക്ഷനെ കുറിച്ചാണ്. ഈസ്റ്റ് ഡയറക്ഷനിൽ എന്തെല്ലാം വരാം, എൻട്രൻസ്, ഈസ്റ്റിൻ്റെ കളർ ഏതൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ അകത്തെ ഏതൊക്കെ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷേപ്പ്, അവിടെ ഏതെല്ലാം ഷേപ്പുള്ള സാധനങ്ങൾ വരാം, അതുപോലെ തന്നെ ഈസ്റ്റിനെ സംബന്ധിച്ച് അവിടെ വരാൻ പറ്റാവുന്നതും വരാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ, കളറുകൾ എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. വീഡിയോ കാണുന്നവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ഇടണം നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് എവിടെയാണെന്നും നിങ്ങളുടെ വീടിൻ്റെ ഈസ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്നും. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിലേ ഉള്ളൂ എനിക്കിനി അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. അപ്പോൾ പ്ലീസ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വരെ കാണുക. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന്റെ ഡയറക്ഷനാണെന്ന്. അപ്പോൾ സൂര്യഭഗവാൻ നമുക്ക് എനർജിയും ഹെൽത്തും പ്രോസ്പെറിറ്റിയും ഗുഡ് സോഷ്യൽ കണക്ഷൻ എല്ലാം തരുന്നതാണ് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷൻ്റെ ദേവൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രദേവനും അവിടുത്തെ പ്ലാനറ്റ് എന്ന് പറയുന്നത് സൂര്യനുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വരാമെന്ന് നോക്കാം. ഇപ്പോൾ ഈസ്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാകാം, യെല്ലോയിഷ് ആകാം, യെല്ലോയിഷ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, ലൈറ്റ് കളർ, ലൈറ്റ് ഗ്രീൻ ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള കളറുകളൊക്കെ നിങ്ങൾക്ക് അവിടെ വരാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു കാരണവശാലും റെഡ്, ഡാർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് റെഡൊന്നും വരാൻ പാടില്ല. അപ്പോൾ ലൈറ്റ് കളേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ. ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളർ, യെല്ലോയിഷ് ഓറഞ്ച് അങ്ങനെയുള്ള കളറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ലൈറ്റ് ഗ്രീൻ ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഈ കളറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടുത്തെ ലോഡിങ് എന്ന് പറയുന്നത് 25% ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ഭാരമുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈസ്റ്റിൽ എപ്പോഴും നിങ്ങൾ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈവൻ ഫർണിച്ചർ, നിങ്ങളുടെ റൂമിൻ്റെ അകത്ത് ഫർണിച്ചർ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൂടുതൽ ഹെവി ഐറ്റംസ് ഒന്നും വെക്കാതിരിക്കുക. 25% മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈസ്റ്റിൽ എന്തൊക്കെ വരാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈസ്റ്റ് എപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ ഈസ്റ്റ് എപ്പോഴും ഓപ്പണായി വെക്കുക, ക്ലീനായിട്ട് വെക്കുക, നല്ല ബ്രൈറ്റായിട്ട് വെക്കുക. മീൻസ് നല്ല ലൈറ്റ് വരണം അവിടെ. ഒത്തിരി വലിയ മരങ്ങളൊക്കെ വെക്കാതെ നല്ല സൂര്യപ്രകാശം നിങ്ങളുടെ വീട്ടിൽ വരുന്ന വിധത്തിലായിരിക്കണം. പിന്നെ മെയിൻ ഡോർ, ഇത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മെയിൻ ഡോറിൽ നിങ്ങൾക്ക് അതിൻ്റെ സോണൊന്നും അറിയത്തില്ല. അന്നേരം E3 E4 എന്ന് പറയുന്ന ഒരു സോൺ ഉണ്ട് അവിടെ ഈസ്റ്റിൻ്റെ. അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പൂജാ റൂമോ മെഡിറ്റേഷൻ സ്പേസോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വിൻഡോസും ഒക്കെ ഉള്ളത് വലിയ വിൻഡോസൊക്കെ ഇവിടെ വെക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി അകത്ത് വരുന്നതിന് ബിഗ് വിൻഡോസ്, വലിയ വിൻഡോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ തുളസിയുടെ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും, ബാൽക്കണിയിലോ വിൻഡോയിലോ. അപ്പോൾ തുളസി പ്ലാന്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഈസ്റ്റ് ഡയറക്ഷനിൽ വയ്ക്കണം. ഇനി ഈസ്റ്റിൽ നിങ്ങൾക്ക് എന്തെല്ലാം പാടില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഹെവി സ്റ്റോർ റൂമോ, അവിടെ അഴുക്ക് സാധനങ്ങളെല്ലാം, കച്ചറ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിയിടുക, ഇതെല്ലാം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട. ക്ലട്ടർ ഒരിക്കലും അനുവദിക്കത്തില്ല ഇവിടെ. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ ക്ലീനായിട്ട് വെക്കുക. പിന്നെ ഇവിടെ ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാസ്തുദോഷം വലിയ വാസ്തുദോഷമാണ്. ഇത് ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല. പിന്നെ ഇവിടെ വലിയ മരങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺലൈറ്റ് കിട്ടത്തില്ല. പിന്നെ ഇവിടെ സ്റ്റെയർ കേസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈസ്റ്റിൽ നിന്ന് ഒരിക്കലും സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ലോഡിങ് 25% മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇവിടുന്ന് പോകാം, പക്ഷേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല ഈസ്റ്റിൽ നിന്ന്. ഓക്കെ, ഒന്നുകൂടെ അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് മാറിയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഇവിടെ വരുന്ന കിച്ചൺ ഇവിടെ ഫയർ എലിമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ എലിമെൻ്റ് എന്ന് പറയുന്നത് വാട്ടറോ എയറുമാണ്. അപ്പോൾ വാട്ടറിൻ്റെ അകത്ത് കിച്ചൺ ഫയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവിടെ ആ വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെ ഒരിക്കലും കിച്ചൺ പാടുള്ളതല്ല.
ഓക്കെ. അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സും പിന്നെ ക്ലോസ് ആയിട്ടുള്ള വോളൊക്കെ ഉണ്ടെങ്കിൽ ഭിത്തി ക്ലോസ് ആയിട്ടുള്ളതൊക്കെ ഇതൊക്കെ നിങ്ങളെ സൂര്യൻ്റെ കിരണങ്ങൾ അകത്തോട്ട് വരുന്നതിനെ തടയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പോസിറ്റീവ് എനർജി കുറയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈസ്റ്റ് ഡയറക്ഷൻ ബ്ലോക്ക്ഡ് ആണെങ്കിൽ അവിടെ സിമ്പിൾ റെമഡീസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യുക. നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വീടിൻ്റെ എങ്ങനെ എൻട്രൻസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡയറക്ഷൻ വീടിൻ്റെ മധ്യഭാഗത്ത് നിന്നിട്ടും റോഡിലോട്ട് നോക്കി നിന്നിട്ട് നിങ്ങളുടെ ഫോണിൽ ക്യാമ്പസ് കാലിബ്രേറ്റ് ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി നോക്കാവുന്നതാണ്. അപ്പോൾ 90 ഡിഗ്രിയാണ് ഈസ്റ്റിൻ്റെ വരുന്നത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈസ്റ്റ് നിങ്ങളുടെ ബ്ലോക്ക്ഡ് ആണെങ്കിൽ എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒന്നാമതായിട്ട് ഈസ്റ്റ് വോളിൽ ഒരു മിറർ നിങ്ങൾ ഇടുക. ഈസ്റ്റ് വോളിൽ ഒരു മിറർ, ഒരു കണ്ണാടി വെക്കുക. അതുപോലെ തന്നെ ഈസ്റ്റിൽ നിങ്ങൾ ഒരു സൂര്യഭഗവാന്റെ ഒരു ഫോട്ടോ കിട്ടും. ഓക്കെ. അത് നിങ്ങൾക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. അത് തൂക്കാവുന്ന ഈവൻ എൻ്റെ വീട്ടിൽ ഞാൻ 2 ഫ്ലോറിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഹിമാലയൻ സോൾട്ട് എന്ന് പറഞ്ഞാൽ കല്ലുപ്പ് ഒരു ഗ്ലാസിൻ്റെ ബൗളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പിന്നെ കർട്ടൻസൊക്കെ യൂസ് ചെയ്യാൻ ലൈറ്റ് കളേഴ്സും ഉള്ള കർട്ടൻസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിൽ ഈസ്റ്റ് എപ്പോഴും നിങ്ങൾ ക്ലീനായിട്ടിരിക്കുക. അവിടെ ഒരു ചപ്പലുകളെല്ലാം കൂട്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ക്ലട്ടർ നിങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും ക്ലീനായിട്ട് വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈസ്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും സൗത്ത് ഈസ്റ്റ് കിച്ചണൊക്കെ ഞാൻ പറയും. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കമൻ്റ് ഇടുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന റെമഡികൾസ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കളർ കൊണ്ട് എങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ എനർജി കൂട്ടാമെന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുക.